കർഷകരുടെ ദില്ലി മാർച്ചിന് മുന്നോടിയായിട്ട് വിവിധ സംസ്ഥാനങ്ങൾ കർശനമായ നടപടികളിലേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. ഹരിയാനയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പഞ്ചകുളയിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പോലീസ് ഡയറക്ടർ ജനറൽ ശത്രുജിത് കപൂർ പറഞ്ഞത്, ആളുകൾ കൂട്ടം കൂടാനോ ഘോഷയാത്രകൾ നടത്താനോ റാലികൾ നടത്താനോ കയ്യിൽ ആയുധം കരുതാനോ പാടില്ല, കർശനമായി തന്നെ നേരിടും എന്ന് തന്നെയാണ്. ഇതിനോടൊപ്പം തന്നെ ദില്ലി UP ബോർഡറുകളിലും ബാരിക്കേഡുകൾ തീർത്തു കഴിഞ്ഞിരിക്കുന്നു. ആ ബോർഡറുകളും അടച്ചു കഴിഞ്ഞിരിക്കുന്നു. UP പോലീസ് നോയിഡയിലും ഗ്രേറ്റർ നോയിഡയിലുമാണ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 5000-ഓളം പോലീസുകാരെയാണ് അതിർത്തിയിൽ UP പോലീസ് മാത്രം വിന്യസിച്ചിരിക്കുന്നത്. കേന്ദ്ര സേന അടക്കം അർദ്ധസൈനിക വിഭാഗം അടക്കം ദില്ലി ബോർഡറിൽ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാരിക്കേഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു കാരണവശാലും രാജ്യതലസ്ഥാനത്തേക്ക് ഈ മാർച്ചിനെ കടത്തിവിടില്ല എന്ന് വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രവും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹരിയാനയിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി TVS പ്രസാദ് പറയുന്നത്, തങ്ങൾ ഈ സമരക്കാരോട് സമാധാനപരമായി സംസാരിക്കും, അവരോട് സമാധാനപരമായി സമരം ചെയ്യാൻ ആവശ്യപ്പെടും. അവരതിന് മുതിർന്നില്ല എങ്കിൽ കർശനമായി തന്നെ നേരിടും. യാതൊരു ദാക്ഷിണ്യവും തങ്ങൾക്ക് അതിൽ ഉണ്ടാകില്ല. കാരണം ഇതിൽ പങ്കെടുക്കുന്ന ചില സംഘടനകൾ വലിയ രീതിയിൽ പ്രകോപനമുണ്ടാക്കാവുന്ന രീതിയിലുള്ള ഭീഷണികൾ മുഴക്കിയിട്ടുണ്ട്. ഇത് വലിയ പ്രക്ഷോഭമായി മാറും എന്ന് അവർ പറയുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ടൈറ്റ് സെക്യൂരിറ്റിയിലേക്ക് ദില്ലി, UP, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്നത്. പ്രധാനമായി ഹരിയാന, UP, പഞ്ചാബ് തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ് ഈ കർഷക സംഘടനകൾ സമരവുമായി രംഗത്തെത്തുന്നത്. ഏതായാലും ഇത്തവണ പഴയതുപോലെ ആകില്ല സമരം. അക്രമത്തിന് മുതിർന്നാൽ, പൊതുമുതൽ നശിപ്പിക്കാനായി മുതിർന്നാൽ, പഴയതുപോലെ അഴിഞ്ഞാടിയാൽ അടികൊണ്ട് നട്ടം തിരിയുമെന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ ക്ലിയറായി തന്നെ അവർ പറഞ്ഞു വെച്ചിരിക്കുന്നു. സമാധാനപരമായി അവരോട് സമരം ചെയ്യാൻ ആവശ്യപ്പെടും. അതിന് മുതിർന്നില്ലെങ്കിൽ കർശനമായി നേരിടുമെന്ന് വിവിധ പോലീസ് മേധാവികളും മുന്നറിയിപ്പ് നൽകുമ്പോൾ സർക്കാരുകൾ രണ്ടും കൽപ്പിച്ചാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും സർക്കാരുകളെടുത്ത മുൻകരുതലിന്റെ ഭാഗമായി സ്ഥാപിച്ച ബാരിക്കേഡുകൾ അടക്കമുള്ള വീഡിയോ ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാണാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.